ഇതാണ് ഗ്ലോവിംഗ് ഫോൺ, അതായത് തിളങ്ങുന്ന ഫോൺ. തിളങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളൊരു കാറിലൊക്കെ ഈ ഫോൺ വെച്ചു, കാർ ഇരുട്ടത്ത് കിടക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെ ചെന്ന് ലൈറ്റ് ഇടണ്ട, തപ്പണ്ട, ഒന്നും വേണ്ട, ആ ഫോൺ അവിടെ തെളിഞ്ഞിക്കൊണ്ടിരിക്കുന്നുണ്ടാവും, ഈ കാണുന്ന പോലെ. ഇനിയിപ്പോൾ ഇതേ ഫോൺ നിങ്ങൾ ബെഡ് സൈഡിൽ വെച്ച്, നിങ്ങൾ ബെഡിൽ ഉറങ്ങാൻ പോകുന്ന നേരത്തെ സൈഡിൽ വെച്ച് ലൈറ്റ് കോഫി കിടന്ന് ഉറങ്ങി, രാത്രി പെട്ടെന്ന് കഴിഞ്ഞിട്ട് ഫോൺ നോക്കുന്ന നേരത്ത് ലൈറ്റ് ഇടണ്ട, തപ്പണ്ട, ഫോൺ സൈഡിലിരുന്ന് തിളങ്ങുന്നുണ്ടാവും. സംഗതി ഇൻട്രസ്റ്റിംഗ് ആയിട്ടില്ലേ? ഇന്ന് ഇങ്ങനെ ഒരു ഫോണിന്റെ അൺബോക്സിംഗ് ആണ്. റിയൽമി P3 Pro. P3 Pro മാത്രമല്ല, P3 Xും നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് രണ്ട് ഫോണുകളും ഒന്ന് പരിശോധിക്കാം. P3 Pro മെയിനായിട്ടും വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ്. കാണാം, ഈ കാണുന്ന റിയൽമി മിസ്റ്ററി ബോക്സ് എന്ന് പറയുന്ന ഈ ഒരു ബോക്സിനകത്താണ് ഈ ഫോൺ വന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ മുകളിൽ തന്നെ ഒരു കാർഡ് ഇരിക്കുന്നുണ്ട്. ഈ കാർഡും തിളങ്ങും കേട്ടോ. ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്ത് കാണിക്കാം. കണ്ടോ, ലൈറ്റ് ഓഫ് ആകുമ്പോൾ ഇതിനടുത്ത് നല്ല രീതിക്ക് തിളങ്ങുന്നുണ്ട് ഈ കാർഡ്. സോ ഇതും ഗ്ലോവിംഗ് ആണ്. ലൈറ്റ് ഓൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ കാർഡ് നമുക്ക് മാറ്റി വെക്കാം. ഇതിൻ്റെ അടിയിലൊരു പാഡ്, ഇതിൻ്റെ അടിയിൽ ഫോണും ടോർച്ചും ഇരിക്കുന്നുണ്ട്. ഈ ടോർച്ച് ഫോണിൻ്റെ പുറകിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ ഫോൺ തിളങ്ങുന്നുള്ളതാണ് കാണിക്കുന്നത്. അതായത് ഇതിനകത്ത് പാറ്റേൺ ലൈറ്റ് അബ്സോർബ് ചെയ്തിട്ട് ഗ്ലോ ചെയ്യാണ് ചെയ്യുക. എന്തായാലും അതിന് ഈ ലൈറ്റിൻ്റെ ആവശ്യമില്ല, സാധാരണ ലൈറ്റിലും അത് ഗ്ലോ ചെയ്യും. സോ അപ്പോൾ ഇതാണ് P3 Proയുടെ ബോക്സ്. അപ്പോൾ ഈ ബോക്സ് എടുത്ത് നമുക്ക് വലിയ പെട്ടി അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാണ് P3 Pro. നമുക്ക് വേഗം തന്നെ അൺബോക്സ് ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ മുകളിൽ തന്നെ ബോക്സ്, അതിനകത്ത് കേസും ഡോക്യുമെന്റേഷൻ ഒക്കെയാണ്, അതൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കാം. സോ അപ്പോൾ ഇതാണ് P3 Pro. ഈ തിളങ്ങുന്ന ഫോൺ എന്ന് പറയുന്നത് ഇതാണ് ഐറ്റം. P3 X ഉണ്ട്, ഞാൻ അതിലേക്ക് വരാം. അത് തിളങ്ങുന്നതല്ല, ഇതാണ് തിളങ്ങുന്ന ഐറ്റം. അതായത് ഈ ലൈറ്റ് അബ്സോർബ് ചെയ്തെടുക്കുകയും ഇരുട്ടത് അത് ഗ്ലോ ആവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഇവിടെ കാണാം, നിങ്ങൾക്ക് കണ്ടോ, അപ്പോൾ ഫോൺ ഗ്ലോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ അപ്പോൾ ഇതാണ് സെഗ്മെന്റ് ഫസ്റ്റ് ഗ്ലോ ഇൻ ദ ഡാർക്ക് ഡിസൈനിലുള്ള ഫോൺ. ഇനി ഈ ഫോണിന്റെ ബോക്സിൽ വേറെ ചാർജിങ് കേബിൾ, ഇത്രയും കാര്യങ്ങളാണുള്ളത്. നമുക്ക് അതൊക്കെ കൂടി അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഈ ഫോണിന്റെ ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ നെബുല ഡിസൈൻ എന്നാണ് ഇതിനെ പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം ക്ലോസ് ആയിട്ട്. അതായത് നെബുലയുടെ ഒക്കെ ഒരു ഡൈനാമിക് ബ്യൂട്ടിയാണ് അവർ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. യൂണിക് ആയ ഒരു ബാക്ക് പാനൽ ആയിട്ടുണ്ട്. ഒരു നെബുല ലൈൻ ടെക്സ്ചർ ഒക്കെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ലൈനുകളാണ് ഈ ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നതും ഗ്ലോ ചെയ്യിക്കുന്നതും. പിന്നെ ഈ ഡിസൈൻ ഇന്ത്യ എക്സ്ക്ലൂസീവ് ഡിസൈൻ എന്നാണ് അവർ പറയുന്നത്. അതായത് വേറെ അടുത്ത് കിട്ടത്തില്ല. പിന്നെ ഈ കളറിന്റെ പേരും നെബുല ഗ്ലോ എന്ന് തന്നെയാണ്. വാങ്ങിക്കുമ്പോൾ ഈ സംഭവം താല്പര്യം ഉണ്ടെങ്കിൽ ഈ കളർ തന്നെ ചൂസ് ചെയ്യണം കേട്ടോ. 3 കളർ വരുന്നുണ്ട് ആക്ച്വലി. നെബുല ഗ്ലോ, സാറ്റേൺ ബ്രൗൺ, ഗാലക്സി പർപ്പിൾ. സോ അതിൽ നിന്ന് ഇത് ചൂസ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഈ ഡിസൈനെ കുറിച്ച് ഭംഗി മാത്രമല്ല, ഡ്യൂറബിളും ആണ് കേട്ടോ. IP66, IP68, IP69 തുടങ്ങിയ എല്ലാ റേറ്റിംഗുകളും വരുന്നുണ്ട്. സോ സ്ട്രോങ് ആണ്. ഗോറില്ല ഗ്ലാസ് 7 ഐയുടെ പ്രൊട്ടക്ഷൻ ഒക്കെയാണ് വരുന്നത്. സോ സ്ട്രെങ്ത്തിന്റെ കാര്യത്തിൽ വേറെ യാതൊരു കുഴപ്പങ്ങളും ഇല്ല. വാട്ടർ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ സെറ്റ്. സോ അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഫോണിന്റെ ഡിസൈൻ. മനസ്സിലായല്ലോ. P3 Xും ജസ്റ്റ് ഞാനിവിടെ ഒന്ന് കാണിക്കാം. ഞാനിതിന്റെ ബോക്സ് ഓപ്പൺ ചെയ്ത് ഫോൺ കയ്യിലോട്ട് എടുക്കുകയാണ്. കൂടുതൽ ഡീറ്റെയിലേക്ക് കടക്കുന്നില്ല. സോ ഇതാണ് P3 Xന്റെ ഒരു ഡിസൈൻ. സോ അപ്പോൾ രണ്ടിനെ കുറിച്ച് ഞാൻ ഒരുമിച്ച് തന്നെ വേഗം പറഞ്ഞു പോവാം. P3 Xലും IP69 സപ്പോർട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതേപോലെ മിലിറ്ററി ഗ്രേഡ് ഷോക്ക് റെസിസ്റ്റൻസ് ഒക്കെ ഉണ്ട്. അതായത് പെട്ടെന്ന് താഴെ വീണാൽ അങ്ങനെ പൊട്ടുന്ന തരത്തിൽ പെട്ടെന്ന് കംപ്ലൈന്റ് വരുന്ന തരത്തിലുള്ള സംവിധാനമൊന്നുമല്ല. സ്ട്രോങ് ഡ്യൂറബിളും ആണ് P3 Xും. ഇതും 6869 ഒക്കെ ആയിട്ട് ഡ്യൂറബിൾ തന്നെ. സോ രണ്ട് ഫോണുകളും ഡ്യൂറബിലിറ്റിയുടെ കാര്യങ്ങളൊന്നും ഇഷ്യൂ ഇല്ല. P3 Xന്റെ ഡിസൈൻ നിങ്ങൾക്ക് ഇവിടെ ക്ലോസ് റേഞ്ചിൽ തന്നെ കാണാം. സോ അത്യാവശ്യം നന്നായിരിക്കുന്നവരുണ്ട്. റിയൽമിയുടെ P സീരീസ് പെർഫോമൻസ് ആണ് മെയിൻ ഘടകമായിട്ട് പറയാറുള്ളത്. ഇവിടെ നമുക്ക് ഇതിന്റെ പെർഫോമൻസ് നോക്കി കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 7S Gen 3 എന്ന പ്രോസസ്സറാണ്. ഒരു 25 താഴെ വരുന്നതാണ് എൻ്റെ അറിവ് കേട്ടോ. ആ റേഞ്ചിലാണെങ്കിൽ ഒരു ഡീസൻറ്റ് പ്രോസറാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം പെർഫോമൻസ് ഒന്നും സാധാരണ യൂസറൊന്നും ഒരു വിഷയവും വരില്ല. നൈസാണ്. ഈ പ്രോസസർ കേപ്പബിൾ ആണ്. അതുകൊണ്ട് ആ ഭാഗം ചിന്തിക്കുകയും വേണ്ട, നൈസ് പെർഫോമൻസ് കിട്ടും. ഗെയിമിങ്ങിലേക്ക് വരുമ്പോൾ നമ്മൾ BGMI ഒക്കെ അല്ലെങ്കിൽ ഫ്രീ ഫയർ ഒക്കെ നിങ്ങൾക്ക് 90 FPS കളിക്കാം. BGMI ഞാനിവിടെ കാണിച്ചു തരുന്നുണ്ട്. ഇതിൽ GT ബൂസ്റ്റ് ടെക്നോളജി ഉണ്ട്. കണ്ടോ, GT ബൂസ്റ്റ് ഓൺ ആയത്. സോ ഗെയിം കളിക്കാൻ തുടങ്ങുമ്പോൾ GT ബൂസ്റ്റ് സംവിധാനങ്ങളൊക്കെ വർക്ക് ചെയ്യും. അതായത് പെർഫോമൻസ് ഒന്നുകൂടി ഒപ്റ്റിമൈസ് ചെയ്ത് സെറ്റായിട്ട് ഗെയിം കളിക്കാൻ പാകത്തിന് അറേഞ്ച് ചെയ്യുമെന്ന് അർത്ഥം. ഒപ്പം തന്നെ സെഗ്മെന്റ് ഫസ്റ്റ് 6K VC കൂളിംഗ് സിസ്റ്റവും കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ അപ്പോൾ ഗെയിമിങ്ങിനിടയ്ക്ക് ഹീറ്റിംഗ് പോലുള്ള കാര്യങ്ങളൊന്നും കടന്നു വരില്ല എന്ന് സാരം. BGMIയിലും മറ്റുമൊക്കെ 90 FPS സപ്പോർട്ട് അപ്ഡേറ്റിലൂടെ വരും കേട്ടോ. സോ കുറച്ച് വെയിറ്റ് ചെയ്യണം. ഇപ്പോഴേക്കും നിങ്ങൾക്ക് ഇവിടെ കാണാം എക്സ്ട്രീമാണ് സപ്പോർട്ട് ചെയ്യുന്നത്. സോ താമസിയാതെ അപ്ഡേറ്റ് വഴി എല്ലാം വരുമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. വരുമെന്ന് നോക്കാം. ഗെയിം പ്ലേ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിലൊന്നും യാതൊരു ഇഷ്യൂ ഇല്ല. നൈസായിട്ട് ഈ ഒരു പ്രോസസ്സർ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. സ്മൂത്ത് ആയിട്ടുള്ള പെർഫോമൻസ് കിട്ടുന്നുണ്ട്. LPDDR4X RAM ആണ്. UFS 3.1 സ്റ്റോറേജ് ആണ്. റിയൽമി UI 6 ആണ് വരുന്നത്. ആൻഡ്രോയിഡ് 15 ബേസ്ഡ് തന്നെയാണ്. അവിടെയും വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. UI പൊതുവെ കുറച്ച് പരസ്യ ആപ്ലിക്കേഷനൊക്കെ ഉണ്ട്. അത് പൊതുവെ കാണാറുള്ളതാണ്. അത് കൂടാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നൈസായിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളും ഫോൺ നമുക്ക് തരുന്നുണ്ട്. സോ പെർഫോമൻസിൽ പേടി വേണ്ട. ഗെയിം കളിക്കാനൊക്കെ GT ബൂസ്റ്റ് അടക്കമുള്ള സംവിധാനങ്ങൾ വെച്ച് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. സോ ഗെയിമിങ്ങിനൊക്കെ ഈ പ്രൈസിൽ ഫോൺ നോക്കുന്നെങ്കിൽ വേണമെങ്കിൽ ഒന്ന് പരിഗണിക്കാവുന്ന ഐറ്റം തന്നെയാണ്. P3 Xന്റെ കാര്യം പറയാൻ മറന്നു. P3 Xലാണെങ്കിൽ ഡയമൻസിറ്റി 6400 എന്ന് പറയുന്ന പ്രോസറാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം. നോർമൽ യൂസിനൊന്നും യാതൊരു ഇഷ്യൂ ഇല്ല. നിങ്ങൾക്ക് അത്യാവശ്യം ഗെയിമും വേണമെങ്കിൽ ഇതിനകത്ത് കളിക്കാം. 8GB RAM പ്ലസ് 10GB RAM ഡൈനാമിക് റാം എക്സ്പാൻഷൻ ഒക്കെ വരുന്നുണ്ട്. ഇതിൽ 8GB RAM ഉണ്ട്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം റാം എക്സ്പാൻഷൻ 8GB കൂടെ 10GB കൂടി ആഡ് ചെയ്ത് 18GB RAM ഉള്ള ഫോൺ പോലെയും ഉപയോഗിക്കാൻ സാധിക്കും. P3 Xന്റെ കാര്യമാണ് ഈ പറയുന്നത്. സോ അപ്പോൾ അതിനകത്തും വേറെ അപാകതകളൊന്നുമില്ല. നൈസ് ആയിട്ടുള്ള പെർഫോമൻസ് P3 X നമുക്ക് തരുന്നുണ്ട്. സോ ഡീസെന്റ് ആണ്. സോ ഓവറോൾ പെർഫോമൻസിൽ രണ്ട് ഫോണുകളിലും വേറെ ഇഷ്യൂസ് ഇല്ല. ഗെയിം കളിക്കാനൊക്കെയാണെങ്കിൽ P3 Pro ആയിരിക്കും ഇതിനേക്കാൾ നന്നായിരിക്കുക. ഇനി ഈ ഫോണിന്റെ ക്യാമറ, P3 Proയുടെ ക്യാമറ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സോണി ക്യാമറയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം ക്യാമറ സാമ്പിളുകൾ. സോണി IMX 896 OIS ക്യാമറ സെറ്റപ്പാണ് വരുന്നത്.
AI സ്നാപ്പ് മോഡ് അടക്കമുള്ള ഫീച്ചറുകളും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഡീസന്റ് ക്യാമറ സെറ്റപ്പാണ്. ഫ്രണ്ടിലാണെങ്കിൽ 16 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയാണ്. രണ്ടിന്റെയും സാമ്പിളുകൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. എങ്ങനെയുണ്ട് സംഗതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങൾ നോക്കുക. 4K മെയിൻ ക്യാമറയിൽ 4K വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. സാമ്പിൾ കാണാം. എങ്ങനെയുണ്ട് ക്വാളിറ്റി എന്നുള്ളത് നിങ്ങൾ തന്നെ ചെക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ മാത്രം ചൂസ് ചെയ്യുക. സെൽഫി ക്യാമറയിൽ 4K സപ്പോർട്ട് ചെയ്യുന്നില്ല, പക്ഷേ ഈ കാണുന്ന തരത്തിലുള്ള ക്വാളിറ്റിയാണ് സെൽഫി ക്യാമറ വീഡിയോയിൽ നമുക്ക് കിട്ടാൻ പോകുന്നത്. സോ അപ്പോൾ ക്യാമറയെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇങ്ങനെയാണ് റിയൽമി P3 Pro എന്ന ഫോണിലെ ക്യാമറ സാമ്പിൾസ്. പിന്നെ ഇതിൽ AI സ്നാപ്പ് മോഡ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. ഇവിടെ ക്യാമറയുടെ മുകളിലായിട്ട് സ്നാപ്പിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫാസ്റ്റ് മൂവിംഗ് ഒബ്ജക്റ്റുകളെ നമുക്ക് വളരെ ഡീസൻ്റ് ആയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതൊരു നല്ല പരിപാടിയാണ്. AI സ്നാപ്പ് മോഡ് എന്നാണ് ഇതിൻ്റെ പേര്. ഇനി ഈ ഫോണിൻ്റെ ബാറ്ററി നോക്കിയാൽ 6000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. സോ ബാറ്ററി ലൈഫിനെ കുറിച്ച് ടെൻഷൻ വേണ്ട. 80 വാട്ടിൻ്റെ ചാർജിങ് കൊണ്ട് ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യാം, നൈസായിട്ട് ഉപയോഗിക്കാം. അതേപോലെ തന്നെ P3 Xലും നമുക്ക് ഈ പറഞ്ഞ 6000 mAh ബാറ്ററിയുടെ ചാർജർ മാത്രം 45 വാട്ടാണ് കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. ഒരു തിരി കുറച്ചിട്ടുണ്ട്. എന്താ P3 X അല്ലേ ഇത് പ്രോ അല്ലേ? പ്രോയിൽ കൂടുതലുണ്ട്, ഇതിൽ കുറവാണെന്നേ ഉള്ളൂ. ബാറ്ററി ലൈഫ് രണ്ടിലും 6000 mAh തന്നെ കിട്ടുന്നുണ്ട്. ഇനി ഡിസ്പ്ലേ, അത് ഇത്തിരി നൈസായിട്ടുള്ള ഡിസ്പ്ലേ പ്രോയിലാണ് കൊടുത്തിരിക്കുന്നത്. ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേ ആണ്. നൈസ് ഡിസ്പ്ലേ ആണ്, ഒന്നും പറയാനില്ല. കണ്ടു നോക്കാം. 6.83 ഇഞ്ച് വരുന്ന 1.5K 120 ഹെർട്സിന്റെ ക്വാഡ് കർവ്ഡ് AMOLED ഡിസ്പ്ലേ ആണ്. പീക്ക് ബ്രൈറ്റ്നസ് 1500 നിറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. 1200 നിറ്റ്സിന്റെ HBM കൊടുത്തിട്ടുണ്ട്. ഹൈ ബ്രൈറ്റ്നസ് മോഡ്. പിന്നെ റെയിൻ വാട്ടർ സ്മാർട്ട് ടച്ച് ഒക്കെ വരുന്നുണ്ട്. അതായത് നനഞ്ഞ കൈ കൊണ്ടോ അല്ലെങ്കിൽ ഡിസ്പ്ലേ നനഞ്ഞിരിക്കുമ്പോഴൊക്കെ നിങ്ങൾ ടച്ച് ചെയ്താലും കൃത്യമായിട്ട് വർക്ക് ചെയ്തോളൂ. ഡിസ്പ്ലേ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഞാൻ ഓൾറെഡി സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. നൈസ് ക്വാളിറ്റിയാണ്, വിഷയമില്ല. P3 Xന്റെ ഡിസ്പ്ലേയും വേറെ വിഷയങ്ങളൊന്നുമില്ല, നൈസാണ്. അതും നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. സോ ഓവറോൾ രണ്ടിൻ്റെയും ഡിസ്പ്ലേ ഡീസൻ്റ് ആണ്. പ്രോയിലാണ് ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേ, ഇതിൽ നോർമൽ ആയിട്ടുള്ള ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. ഇത് മാത്രം ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. P3 Xലും ഈ പറയുന്ന റെയിൻ വാട്ടർ ടച്ച് അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് ഓർക്കാം. ഇതൊക്കെ എടുക്കുമ്പോൾ അതൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഫോണിലും എല്ലാ തരം AI ഫീച്ചേഴ്സും വരുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്താൽ സർക്കിൾ ടു സെർച്ച് വർക്ക് ചെയ്തു. നമുക്ക് സർക്കിൾ ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ഈസി ആയിട്ട് സെർച്ച് ചെയ്യാൻ സാധിക്കും. അതേപോലെ AI ക്ലിയർ ഫേസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ബ്ലറായ ഫോട്ടോകളെ ഒന്ന് ക്ലിയർ ആക്കുന്നത്, എന്തെങ്കിലും ചെറിയ ബ്ലർനെസ് ഉണ്ട് നമ്മൾ എടുത്ത ഫോട്ടോ ആണെങ്കിൽ അത് ക്ലിയർ ആക്കി ബെറ്റർ ആക്കി തരും. പിന്നെ AI റെക്കോർഡിംഗ് സമ്മറി, നമ്മളൊരു ഓഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ടെക്സ്റ്റ് ആക്കി സമ്മറൈസ് ചെയ്ത് തരും. പിന്നെ AI സ്മാർട്ട് ലൂപ്പ് എന്ന് പറയുന്ന AI സ്മാർട്ട് ലൂപ്പ് 2.0, അതായത് സിഗ്നലൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആയ റിസപ്ഷന് വേണ്ടി, സിഗ്നൽ റിസപ്ഷനും നെറ്റ്വർക്ക് സംവിധാനങ്ങൾക്കും വേണ്ടിയിട്ട് ഒരു ബൂസ്റ്റ് കൊടുക്കുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ, ഇങ്ങനെ കുറച്ചധികം AI ഫീച്ചറുകളും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവർ. P3 Xലും ഈ പറഞ്ഞ AI ഫീച്ചറൊക്കെ ഉണ്ട്. AI ക്ലിയർ ഫേസ്, അതേപോലെ തന്നെ AI സ്മാർട്ട് സിഗ്നൽ അഡ്ജസ്റ്റ്മെന്റ്, ഫ്രീ കോള്, 200% വോളിയം ബൂസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ P3 Xലും വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് കുറച്ചൊക്കെ AI ഫീച്ചേഴ്സ് ഇതിനകത്തും കിട്ടുമെന്ന് സാരം. സോ അപ്പോൾ മൊത്തത്തിൽ ഇതിൻ്റെ ഡിസൈൻ, ഡിസ്പ്ലേ, പെർഫോമൻസ്, പ്രത്യേകിച്ചും ഇതിൻ്റെ ഈ ഗ്ലോയിങ് ഡിസൈൻ കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചു. പെർഫോമൻസ്, GT ബൂസ്റ്റ് ടെക്നോളജി, എല്ലാവിധ കാര്യങ്ങളും ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ബാറ്ററി ലൈഫിൽ കുഴപ്പമില്ല, ചാർജിങ്ങിൽ കുഴപ്പമില്ല, എല്ലാം സെറ്റപ്പായിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഒരു ഫോണിൽ. സോ P3 Pro കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി? സംഭവം കൊള്ളാമോ? ഒരു 25,000 താഴെ വരുന്നതാണ് എൻ്റെ അറിവ്. കൃത്യമായിട്ടുള്ള വിലയും കാര്യങ്ങളും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. ഈ റേഞ്ചിൽ തീർച്ചയായിട്ടും നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങളുടെ അഭിപ്രായത്തിനാണ് പ്രാധാന്യം. തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യുക. എല്ലാവരും കമൻറ്റൊക്കെ ചെക്ക് ചെയ്യുക. എല്ലാവരുടെയും കൂടി അഭിപ്രായം അറിഞ്ഞിട്ട് തീർച്ചയായിട്ടും ചൂസ് ചെയ്യാം. താല്പര്യമായെങ്കിൽ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, ഒന്ന് ചെക്ക് ചെയ്തോ. സോ അപ്പോൾ അങ്ങനെയാണ് റിയൽമി P3 Pro, P3 X തുടങ്ങിയ രണ്ട് ഫോണുകളെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം. ഓവറോൾ ഡീസൻറ്റ് ഫോണുകളാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? സോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോ കാണാം. ബൈ.